ഹലോ! എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമുക്കിന്നേ ഒരു തോരൻ ഉണ്ടാക്കാമേ. എന്ത് തോരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മീൻ കൊണ്ടുള്ള തോരനാണ്. ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നെത്തോലി തോരനാട്ടോ. ഞങ്ങളുടെ ഈ തിരുവനന്തപുരത്തോട്ടൊക്കെ നെത്തോലി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനെ നെത്തലാന്നും കൊഴുവാന്നും അങ്ങനെ പല പേരുകളിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളങ്ങോട്ടൊക്കെ എന്ത് പേരിലാണ് ഇതിനെ അറിയപ്പെടുന്നതെന്ന് ഒന്ന് പറയണം കേട്ടോ. ഒരു കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിന്ന് നെത്തോലി എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ആദ്യമേ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ തന്നെ തേങ്ങ ചിരവി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ കേട്ടോ ചിരവി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് 1/2 ടീസ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം തന്നെ കുറച്ച് കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ എൻ്റെ മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഇനി ഒന്ന് ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഞാനൊരു 1.5-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടുകെല്ലാം കൂടെ ചടപടേന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പൊട്ടിത്തെറിക്കും. ഞാനൊന്ന് മാറി നിൽക്കുന്നുണ്ട്. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളക് മുറിച്ചിട്ടതും 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 10-20ഓളം ചെറിയ ഉള്ളിയാണ് കേട്ടോ. അത് കനം കുറച്ചൊന്ന് അരിഞ്ഞതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും നല്ലത് ചെറിയ ഉള്ളി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള എടുത്താലും മതി കേട്ടോ. ഇല്ലെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ ഒരു 7 വെളുത്തുള്ളി, അതാണ് 7 വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ കനം കുറച്ചൊന്ന് അരിഞ്ഞതാണ്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാൻ ഇവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അധികം പച്ചമുളക് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ അരപ്പരച്ചപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അധികം പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കത്തില്ലെന്നേ. ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇനി നമുക്ക് ഈ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അരച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഉള്ളിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ നേരത്തെ അരപ്പിൽ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൽ 1/4 ടീസ്പൂണാണ് ചേർത്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഉള്ളിയിലും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കാരണം നമുക്കൊരു കളറിന് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നെത്തോലി മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെത്തോലി മീനിൻ്റെ മുള്ള് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൽ വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അതിൻ്റെ മുള്ളിനാണല്ലോ കാൽസ്യം ഉള്ളത്, അതെടുത്ത് കളഞ്ഞാൽ പിന്നെ ഉപയോഗമില്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ശരിയാണ്, കാൽസ്യം പോയി കഴിഞ്ഞാൽ പിന്നെ ഉപയോഗമില്ല. പക്ഷേ എന്നാലും നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ മുള്ള് വെച്ചിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ അതൊരു പാടായിരിക്കും. തൊണ്ടയിലൊക്കെ കുത്തുകൊള്ളൂ എന്നുള്ള പേടിയും കൂടെ ഉണ്ടാവും കേട്ടോ. എനിക്കതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മുള്ളെടുത്ത് കളഞ്ഞിട്ടാണ് തോരൻ വെക്കാറ്. അപ്പോൾ അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. മുള്ളോട് കൂടി ഇടുമ്പോൾ അവർ കഴിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ അവർ കഴിക്കും. നിങ്ങൾക്ക് മുള്ളോട് കൂടിയാണ് ഇടേണ്ടതെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. അല്ലൊന്നും പ്രശ്നമില്ല. ഇനി ഇതിൻ്റെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. നെത്തോലിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാരണം വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്, അതിനപ്പുറമൊന്നും ആവില്ല കേട്ടോ. ഇത് വെന്ത് വന്ന നമ്മളെ മീനിലേക്ക് ഞാൻ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ എത്ര പേര് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കണ്ട് അല്ലെങ്കിൽ അത് കുറച്ചുകൂടെയൊക്കെ മാറ്റം വരുത്തി ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ രീതി ഉണ്ടാക്കി നോക്കി കൊള്ളാമെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വീഡിയോസായിട്ട് ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കുക്കിങ്ങിൽ ഭയങ്കര പ്രാവീണ്യം നേടിയിട്ടുള്ള ആളൊന്നും അല്ല. സാധാരണ ഒരു വീട്ടിൽ എങ്ങനെയാണോ വെക്കുന്നത് ആ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കുകയും ചെയ്യരുത്. എനിക്ക് കമൻ്റായിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ.
ഇപ്പം നമ്മുടെ നെത്തോലി മീൻ ഇവിടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.